എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അടുത്തു ചെന്നു പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം ആർക്കാ കൊടുത്തിരിക്കുന്നത്? യേശുവിനെ കൊടുത്തിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. അപ്പം തുടക്കത്തിൽ തന്നെ കർത്താവ് പറയുവാണ്, ശിഷ്യന്മാർ പറയാണ്, എല്ലാ അധികാരവും സ്വർഗത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ എല്ലാ അധികാരവും ആരുടെ കയ്യിലുണ്ട്? യേശുവിന്റെ കയ്യിലുണ്ട്. അപ്പൊ യേശുവിനെക്കാളും മേളിൽ ആരുമില്ല. അങ്ങനെയാണ് നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. ഇതിന്റെയൊക്കെ ഉത്തരവാദി ആരാ? ഇത് മുഖാന്തരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആരാ ഉത്തരവാദി? യേശുവ. ഏത് രാജ്യത്തിന്റെ നിയമമാവട്ടെ എന്തായിരുന്നാട്ടെ അതിനെല്ലാം ഉത്തരവാദി കർത്താവായ യേശുവ. യേശു എന്നിട്ട് പറയുവാണ്, അവസാനത്തോളം ഞാൻ എന്തോ ഉണ്ട്? നിങ്ങളോട് കൂടെ ഉണ്ട്. അങ്ങനെ വാക്തത്വം പറഞ്ഞ് നല്ല കർത്താവിനെ സാക്ഷീകരിക്കുവാൻ വഴിയിൽ വെച്ചിട്ടിട്ട് പോകുന്ന കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്. നമ്മളോട് വാക്ക് പറഞ്ഞ കർത്താവ് പറയുകയാണ്, അവസാനത്തോളം അവനെന്ത് നമ്മളോട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നലെ രാവിലെ സമയത്തപ്പ അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാനായ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളിവിടെ വന്ന് നിൽക്കുകയാണ് കർത്താവേ. ഇതങ്ങയുടെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗമേ എഴുന്നേറ്റ് കർത്താവ് കുനിഞ്ഞു നോക്കുന്ന ഒരു ദിവസമാണല്ലോ കർത്താവേ. ഈ കുഞ്ഞുങ്ങൾ കർത്താവിനോട് ചേരുവാനുള്ള സ്നാനം ഏൽക്കുമ്പോൾ സ്വർഗം അതിൽ സന്തോഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയനപ്പ അങ്ങയുടെ കൃപയ്ക്ക് ഒത്തവണ്ണം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുകയാണ് കർത്താവേ. അങ്ങയുടെ ശക്തി, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപ, അങ്ങയുടെ ശക്തി പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടത്തെ അന്തരീക്ഷം ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുത്താട്ടെ കർത്താവേ. ഞാൻ ഓരോ പ്രാർത്ഥനയോടുകൂടെ കർത്താവേ ഇത് സ്നാനത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഞങ്ങളുടെ മേൽ ദൈവത്തിന് സാന്നിധ്യം ഇരിക്കുമാറാകണമേ. സ്വർഗം ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സ്വർഗം ഇതിനെ കൈയടിക്കുന്നതിനാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് സന്തോഷിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്, അവരെ അനുഗ്രഹിച്ചാട്ടെ. അങ്ങനെ കൽപ്പന ഏൽക്കുവാനായി സ്നാനത്തിനായി കടന്നു വന്നിരിക്കുന്നല്ലോ കർത്താവെ. ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇപ്പൊ സ്നേഹം മുന്നോട്ട് കടന്നു വരും. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. കണ്ണാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ണാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടുവോരു പാപിയൻ സ്നാനമേൽക്കുവാൻ പോകുന്നു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനായി ഈ ഭൂമി താഴ്ന്ന സ്വർഗ്ഗലോകം വിട്ട് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഒരു കന്യകയിൽ ജന്മമെടുത്ത് കടന്നു വരികയും 30 വർഷത്തോളം തന്റെ മാതാവിനും പിതാവിനും അനുസരിച്ച് മാതൃകാപരമായി ജീവിക്കുകയും എന്നാൽ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകൻ തന്റെ സൃഷ്ടിയുടെ കൈക്കീഴിൽ സകലതും നിവൃത്തി ആവേണ്ടതിനു വേണ്ടി സ്നാനമേൽക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തു 33 വയസ്സ് വരെയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അനേകരെ സൗഖ്യമാക്കുകയും അനേകർക്ക് രോഗശാന്തി വരുത്തുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റുകയും കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ റോമ ഗവൺമെന്റിന്റെ 6 കോടതികളും ഒരു കുറ്റം ചെയ്യാത്തവനെന്ന് വിധിച്ചിട്ടും മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കാൽവറി ക്രൂശിൽ മരണമടഞ്ഞ യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികളെ ക്രൂശിനോട് ചേർക്കപ്പെട്ട് മരിച്ച് അടിമത്തിനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് 40ഓളം ദിവസം പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട് അവരെ ഉപദേശിച്ചും വീണ്ടും ബലപ്പെടുത്തി സ്വർഗാരോഹണം ചെയ്ത്
പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വരാമെന്ന് വാക്ക് പറയുകയും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളത് വചനത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനമാക്കിയാൽ, ദൈവത്തിന്റെ കൽപ്പന ആകിയാൽ നിന്നെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. ജീവപര്യന്തം വിശ്വസിയായിരിക്കുക, എന്നാൽ നീ ജീവന്റെ കിരീടം പ്രാപിക്കും. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. തോൽപ്പിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ നഷ്ടപ്പെടുമ്പോൾ കർത്താവേ എന്റെ അപ്പച്ചന്റെ ശ്രേഷ്ഠ ബദലായി തീരുവാൻ കർത്താവേ ഈ ബദലിനെ കർത്താവിടുന്നു തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ബദലിന് അങ്ങനെ ഒരു മനസ്സ് കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. എന്റെ കർത്താവിന്റെ പോലും നാമം കർത്താവിന്റെ ബദലിൽ കൂടി മാവത്ത് കൊടുക്കാൻ കർത്താവ് സ്നാനപ്പെടുത്തുന്ന കർത്താവെ ശ്രേഷ്ഠതയോടെ സൃഷ്ടിച്ചതിന് ബലപ്പെടുത്തിക്കാണ്ട് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥനയായി സ്തോത്രം. കർത്താവിന് സമർപ്പിക്കുന്നു. ഇന്ത്യക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമാകേണ്ടതിനു വേണ്ടി സ്വർഗലോകം വിട്ട് താഴ്ന്ന ഭൂമിയിലേക്ക് കന്യകയിൽ ജന്മമെടുക്കുകയും 30 വർഷക്കാലം ഇവിടെ മാതാവിനും പിതാവിനും അനുസരണമുള്ളവനായി ജീവിക്കുകയും എന്നാൽ 30-ാമത്തെ വയസ്സിൽ തന്റെ സൃഷ്ടിയായ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സകല നിവൃത്തിയാവേണ്ടതിനു വേണ്ടി പിതാവിന്റെ ഹിതപ്രകാരം സ്നാനമേൽക്കുകയും 30 വയസ്സ് മുതൽ 33.5 വയസ്സ് വരെയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ലോകത്തിന് മാതൃകയായിട്ട് ജീവിക്കുകയും അനേക രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തു റോമ ഗവൺമെന്റിന്റെ 6 കോടതികളും മാറി മാറി വിസ്താരിക്കപ്പെട്ടിട്ടും ഒരു കുറ്റവും കണ്ടിട്ടില്ലാഞ്ഞിട്ടും മാനവജാതിയുടെ പാപത്തിന് പരിഹാരമാകേണ്ടതിനു വേണ്ടി ക്രൂശിന്മേൽ മരിക്കത്തക്ക വിധത്തിൽ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികളിൽ ക്രൂശിന്മേൽ തൂങ്ങി മരിച്ച കർത്താവായ യേശു ക്രിസ്തു അരിമത്യനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40ഓളം ദിവസങ്ങളിൽ ശിഷ്യന്മാർക്ക് പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ പ്രമാണവും ദൈവിക കൽപ്പനയും ആകിയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. മോളെ നീ ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവന്റെ കിരീടം പ്രാപിക്കുവാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സ്നാന ശുശ്രൂഷ അനുഗ്രഹിക്കും കർത്താവേ. ഈ 2 കുഞ്ഞുങ്ങളെ കർത്താവേ തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവിന്റെ കൃപയും സാന്നിധ്യം പരിപാലനം അവരോടുകൂടി ഇരിക്കുമാറാകണമേ. അവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം അവരോടുകൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്നാന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവേ ഈ ഭവനം ഒരുക്കപ്പെടുവാൻ ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഇപ്രകാരം കർത്താവേ ഈ കോളം ഒഴുക്കപ്പെടുവാൻ ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ഇതിന്റെ മുഖാന്തരങ്ങളെയും ഇവിടെയുള്ള ദൈവദാസനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ സാന്നിധ്യം കൃപയും പരിപാലനം
കാലവും ഇവരോടുകൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് കടന്നു വന്ന നിന്റെ ദാസിദാസന്മാർക്കായി സ്തോത്രം കർത്താവ്. ഈ കുഞ്ഞുങ്ങളുടെ സ്നാനത്തിന് വേണ്ടി കർത്താവെ അധ്വാനിക്കുകയും കർത്താവെ സമയം കണ്ടെത്തുകയും ചെയ്ത എല്ലാ കർത്താവ് ദൈവമക്കൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അവരെ അധികമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അനുഗ്രഹിച്ചാട്ട സഹായിച്ചാട്ടപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.